നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. പഴയ ചാമൊന്നും ഇല്ലെങ്കിലും ബാങ്ക് ജോലി ഇന്നും പലരുടെയും വലിയ സ്വപ്നമാണ്. 10 തൊട്ട് 4 വരെ ജോലി ചെയ്താൽ മതി. ഓഫീസിലിരുന്ന് ജോലി ചെയ്യാം. മികച്ച ശമ്പളം, നല്ല ജോബ് സെക്യൂരിറ്റി. സേവനത്തിനായിട്ട് കസ്റ്റമേഴ്സ് നമ്മെ തേടി നാം ഇരിക്കുന്നിടത്ത് വരും. ഇങ്ങനെ പല ആകർഷക ഘടകങ്ങളുണ്ടെങ്കിലും ബാങ്ക് ജോലികൾ ഇന്ന് പഴയ പോലെ അത്ര സുഖകരമല്ല. വലിയ വർക്ക് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്, അതല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ടൈമിംഗ് ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. ഇതൊന്നും അല്ലെങ്കിൽ മുൻപ് വായ്പ കൊടുക്കലും നിക്ഷേപം സ്വീകരിക്കലും മാത്രമായ ഓപ്പറേഷൻ ജോലികൾ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അല്പം മാർക്കറ്റിംഗ് കൂടി, അതായത് ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും ഒക്കെ വിൽക്കുക തുടങ്ങിയ മാർക്കറ്റിംഗ് കാര്യങ്ങൾ കൂടി ഈ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഈ മികച്ച ശമ്പളവും നല്ല ജോബ് സെക്യൂരിറ്റിയും മറ്റ് പേർക്സ് ആനുകൂല്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പലർക്കും ഇന്നും ബാങ്ക് ജോലി വലിയ ആവേശമാണ്. അപ്പൊ ഈ ബാങ്ക് ജോലിയിലേക്ക് എങ്ങനെ എത്താനായിട്ട് കഴിയും? അതിന് സഹായകരമായ 5 വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ 5 വഴികൾ മാത്രമല്ല, ഒരു കുറുക്കു വഴിയെക്കുറിച്ചും കൂടി ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. കുറുക്കു വഴി എന്ന് പറയുമ്പോൾ തട്ടിപ്പൊന്നുമല്ല, നേരായ ഒരു വഴി തന്നെയാണ്. എന്നാൽ എളുപ്പം ബാങ്ക് ജോലിയിലേക്ക് എത്താവുന്ന ഒരു അവസരം കൂടി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെ ടെലിഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബാങ്ക് ജോലി നേടുവാൻ സഹായകരമായ 5 വഴികൾ, അതോടൊപ്പം ഒരു എക്സ്ട്രാ വഴിയും കൂടി പറയുന്നതിന് മുമ്പായിട്ട് ഈ എൻട്രി ലെവൽ തുടക്കക്കാർക്ക് ബാങ്കിൽ ലഭ്യമാകുന്ന അവസരങ്ങൾ, തസ്തികകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. മുഖ്യമായിട്ട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് 3 എൻട്രി ലെവൽ തസ്തികകളിലേക്കായിരിക്കും എത്താനായിട്ട് കഴിയുക. ഇത് മാത്രമല്ല, മറ്റ് തസ്തികളുമുണ്ട്. ഉദാഹരണത്തിന് സബ് സ്റ്റാഫ് പോലെയുള്ള തസ്തികളുണ്ട്, അതല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോലെയുള്ള തസ്തികളുണ്ട്. എന്നാൽ തുടക്കക്കാർക്ക് എൻട്രി ലെവലിൽ ലഭ്യമായിരിക്കുന്ന കൂടുതൽ തസ്തികളെ ഈ 3 കാറ്റഗറിയിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഒന്ന് പ്രൊബേഷണറി ഓഫീസർ PO എന്നുള്ളതാണ്. മറ്റൊന്ന് ക്ലർക്ക്, മൂന്നാമത്തേത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO എന്നുള്ളതാണ്. ഈ പ്രൊബേഷണറി ഓഫീസർ ഇതൊരു ഓഫീസർ ഗ്രേഡാണ്. ഈ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ ഒരല്പം ഉയർന്ന ഗ്രേഡാണ്. അതായത് ബാങ്ക് ക്ലർക്കിനേക്കാൾ ഉയർന്ന ഒരു തസ്തികയാണ്. ഒരുപക്ഷെ ഒരു ബാങ്ക് ക്ലർക്കിനേക്കാൾ ഒരു 50-75% കൂടുതൽ ശമ്പളം പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയും കൂടിയാണ് പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ബാങ്ക് ക്ലർക്കായിട്ടും ബാങ്കുകളിൽ എൻട്രി ലെവൽ ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയും. ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ പ്രൊബേഷണറി ക്ലർക്ക് അല്ലെങ്കിൽ പ്രൊബേഷണറി ഓഫീസർ ക്ലർക്ക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെങ്കിൽ ഈ ഗ്രാമീണ ബാങ്കുകളിൽ ഇതേ തസ്തിക തന്നെ മാനേജ്മെന്റ് ട്രെയിനീസ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെടുക. ഇതുകൂടാതെ സാധാരണഗതിയിൽ ലഭ്യമായിരിക്കുന്ന മറ്റൊരു തസ്തികയാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചില സ്പെഷ്യലിസ്റ്റ് ഏരിയകളിലേക്കായിരിക്കും ഈ SOമാരെ ഹയർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഈ തുടക്കക്കാരെ ഹയർ ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ബാങ്കിന്റെ ഈ അഗ്രികൾച്ചർ ലോണും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആധികാരികമായി കാര്യങ്ങൾ പറയാനായിട്ട് കഴിവുള്ള ആ മേഖലയിൽ നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബാങ്കിന്റെ IT-യുമായി കമ്പ്യൂട്ടറൈസേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട IT ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതാത് മേഖലയിൽ നോളജ് ഉള്ളവരെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുക. അപ്പൊ ഈ പ്രൊബേഷണറി ഓഫീസർ ബാങ്ക് ക്ലർക്കിലേക്കൊക്കെ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാമെങ്കിൽ ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അതാത് മേഖലയിൽ നിന്നുള്ളവരെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുക. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ഒരുപക്ഷെ BSc അഗ്രികൾച്ചർ കഴിഞ്ഞവരെ ആയിരിക്കും, അല്ലെ IT ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ MCA കഴിഞ്ഞവരെ ആയിരിക്കും, അല്ലെ ലോ ഓഫീസറായിട്ട് LLB കഴിഞ്ഞവരെ ആയിരിക്കും. എന്നാൽ എല്ലാ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന എൻട്രി ലെവൽ 2 ജോലികളാണ് PO അല്ലെങ്കിൽ ബാങ്ക് ക്ലർക്ക് എന്നുള്ളത്. അത് ബാങ്കുകൾ അനുസരിച്ച് ആ പേരുകളിൽ ചില വ്യത്യാസം വരും എന്നുള്ള കാര്യം അറിയുക. ഇനി ഈ ബാങ്ക് എക്സാം എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ ഈ എൻട്രി ലെവൽ ബാങ്ക് എക്സാമിനേഷന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്നുള്ളതാണ്. അത് ഏത് വിഷയത്തിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് ഈ ബാങ്ക് എക്സാം എഴുതാനായിട്ട് കഴിയും. എന്നാൽ ചില പോസ്റ്റുകളിലേക്ക് അത് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ മുൻപ് സൂചിപ്പിച്ച സ്പെഷ്യലിസ്റ്റ് ഓഫീസർ
അതിന് അതാത് മേഖലകളിൽ ഡിഗ്രി കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഇനി പിന്നീട് സൂചിപ്പിക്കാൻ പോകുന്ന ഈ കോപ്പറേറ്റീവ് ബാങ്കിലേക്കൊക്കെ ഒരുപക്ഷെ ഒരു ഡിഗ്രി മാത്രം പോരായിരിക്കും. എന്നാൽ സാധാരണഗതിയിൽ നമ്മളുടെ SBIയോ മറ്റ് ബാങ്കുകളിലേക്ക്, നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക്, അതല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലേക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ വേണ്ട മിനിമം യോഗ്യത ഡിഗ്രി എന്നുള്ളതാണ്. ചില ബാങ്കുകൾ ഡിഗ്രി ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്റർവ്യൂ പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അവസാനത്തെ പ്രോസസ്സുകളിലേക്ക്, സെലക്ഷന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഡിഗ്രി കഴിഞ്ഞവരെയാണ് ബാങ്കുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. മാർക്ക് പെർസെൻറ്റേജ് സാധാരണഗതിയിൽ സൂചിപ്പിക്കാറില്ല. എന്നാൽ ചില ബാങ്കുകൾ ചില തസ്തികകളിലേക്ക് 60% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഏജ് സാധാരണഗതിയിൽ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ചില ബാങ്കുകൾ 20 വയസ്സിനും 28 വയസ്സ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. ചിലത് 21 മുതൽ 30 വരെ എന്ന് സൂചിപ്പിക്കാറുണ്ട്. ചെറിയ വ്യത്യാസമൊക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ സാധാരണഗതിയിൽ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ PO അതേപോലെ ക്ലർക്ക് തസ്തികകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഓർക്കുക, ഈ എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിക്ക് SC ST അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ള ഇങ്ങനെയുള്ള കാറ്റഗറിക്കാർക്കൊക്കെ ഇതിൽ റിലാക്സേഷൻ 5 വർഷമോ അതിലധികമോ ഒക്കെ റിലാക്സേഷന് ലഭ്യമാകും എന്നുള്ള കാര്യം കൂടി അറിയുക. ഇനി ബാങ്ക് എക്സാമിന് സാധാരണഗതിയിലുള്ള സെലക്ഷൻ പ്രോസസ്സും കൂടി വിശദമാക്കിയിട്ട് ഈ ബാങ്ക് ജോലി നേടുവാൻ സഹായകരമായ 5 വഴികളെ കുറിച്ച് സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ 2 or 3 പ്രോസസ്സുകളായിരിക്കും ഉണ്ടാവുക. എല്ലാ ബാങ്ക് ടെസ്റ്റിനും ആദ്യം ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടാവും. പ്രിലിമിനറി ടെസ്റ്റിന്റെയും അല്ലെ മെയിൻ ടെസ്റ്റിന്റെയും ഒക്കെ സിലബസ് സാധാരണഗതിയിൽ സിമിലർ ആയിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിനകത്ത് നമ്മുടെ സ്കില്ല് അളക്കുന്ന ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്തമാറ്റിക്കൽ സ്കില്ല് അളക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ റീസണിങ്, ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രിലിമിനറി ടെസ്റ്റ് സാധാരണഗതിയിൽ ഒരു 100 മാർക്കിന്റെ 1 hour ടെസ്റ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും മെയിൻ ടെസ്റ്റ്. ഈ മെയിൻ ടെസ്റ്റിൽ ഈ ഏരിയകൾ കൂടാതെ ജനറൽ അവയർനെസ് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ 3 മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. 1 ബാങ്കിങ് അവയർനെസ്, 2 ഫൈനാൻഷ്യൽ അവയർനെസ്, 3 കറണ്ട് അഫയേഴ്സ്. അപ്പം കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും ബാങ്ക് മേഖലയെക്കുറിച്ചുള്ള അറിവുകളും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മേഖലയെക്കുറിച്ചുള്ള അറിവുകളുമുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഈ 2 ടെസ്റ്റുകളാണ് സാധാരണഗതിയിൽ ഈ ബാങ്ക് PO അല്ലെങ്കിൽ ക്ലറിക്കൽ തസ്തികകളിലൊക്കെ ഉള്ള ടെസ്റ്റുകൾ. ഇതിൻ്റെയൊക്കെ സെന്റേഴ്സ്, ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ഉള്ള സെന്റേഴ്സ് മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും, മിനിമം 10 ജില്ലകളിലെങ്കിലും ഇതിന്റെ സെന്റേഴ്സ് മിക്കവാറും എല്ലാ ബാങ്ക് എക്സാമിനേഷനും കാണും. മെയിൻ എക്സാമിനേഷൻ ഒരുപക്ഷെ 2 or 3 ജില്ലകളിൽ മാത്രമായിരിക്കും സെന്റേഴ്സ് കാണുക. അപ്പൊ ഇതെല്ലാം ഓൺലൈൻ ആയിട്ടായിരിക്കും. എന്നാൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മാത്രം റിട്ടേൺ ആയിരിക്കും. ബാക്കി ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പൊ ഈ ടെസ്റ്റ് 2 കഴിഞ്ഞാൽ പിന്നെ പ്രൊബേഷണറി ഓഫീസറിനാണെങ്കിൽ ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂവും കൂടെ ഉണ്ടാകും. എന്നാൽ ഈ ക്ലർക്ക് തസ്തികയിലേക്ക് ഈ 2 പ്രോസസ്സേ കാണത്തുള്ളൂ. ചിലപ്പം ലോക്കൽ ലാംഗ്വേജിലെ നിങ്ങളുടെ നോളജ് അളക്കുന്ന ഒരു പരീക്ഷയും കൂടെ കാണും. അതായത് ഇപ്പം നമ്മൾ കേരളത്തിലെ വേക്കൻസികൾക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മലയാളത്തിലെ നോളജ് അളക്കുന്ന ഒരു പരീക്ഷയും കൂടെ കാണും. എന്നാൽ സാധാരണഗതിയിൽ ഈ ക്ലറിക്കൽ തസ്തികയിലേക്ക് പ്രിലിമിനറി ടെസ്റ്റ് കഴിഞ്ഞ് മെയിൻ എക്സാമിന്റെയും കൂടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. എന്നാൽ പ്രൊബേഷണറി ഓഫീസറിലേക്ക് ഇന്റർവ്യൂവിന്റെയും കൂടെ വെളിച്ചത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള കാര്യം അറിയുക. മിക്കവാറും എല്ലാ ബാങ്ക് എക്സാമിനേഷനും ഇതേ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. എന്ന് മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനികൾ, പ്രത്യേകിച്ച് പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികളുടെ ഒക്കെ എക്സാമിനേഷനും ഇതേ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. അപ്പം ബാങ്ക് എക്സാം കോച്ചിങ്ങിന് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരേ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടനവധി പരീക്ഷകൾ എഴുതാം എന്നുള്ളതാണ് മെച്ചം. എപ്പോഴും ഓർക്കുക, ഈ ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു എക്സാം അല്ല, മറിച്ച് ഒട്ടനവധി ബാങ്ക് എക്സാമിനേഷൻ ആയിക്കൊണ്ട് തന്നെ വർഷത്തിൽ ഒരു 10-15 മിനിമം എക്സാമിനേഷന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സിലബസുകൾ മിക്കവാറും സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ബാങ്ക് എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുക. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ പ്രിലിമിനറി ടെസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ കഴിയുന്നു എന്നതായിരിക്കും മെയിനായിട്ട് അസസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്പീഡ് സ്കിൽസ് ആയിരിക്കും അവിടെ അസസ് ചെയ്യുന്നതെങ്കിൽ ഈ മെയിൻ ടെസ്റ്റിൽ അതാത് മേഖലയിലെ നിങ്ങളുടെ സ്കില്ലുകളായിരിക്കും അസസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി അറിയുക. ബാങ്കുകളിൽ ജോലി നേടുവാനായിട്ടുള്ള 5 മാർഗങ്ങൾ, 5 വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം അറിയുന്നത് പോലെ IBPS എക്സാം എന്നുള്ളതാണ്.
IBPS എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. അതായത് ഇന്ത്യയിലെ ഏതാണ്ട് 11-12 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് IBPS എന്നുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ RBIയും നാഷണലൈസ്ഡ് ബാങ്ക് അസോസിയേഷനും എല്ലാം കൂടെ കൂടിയിട്ട് സ്ഥാപിച്ച, എനിക്ക് തോന്നുന്നു 1975 മറ്റോ സ്ഥാപിച്ച ഒരു ഓട്ടോണമസ് ബോഡിയാണ് IBPS എന്നുള്ളത്. ഇവരാണ് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് 12 ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതിൽ ഒരു ബാങ്ക് മാത്രം വ്യത്യസ്തമാണ്, അത് SBI എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. ബാക്കി ബാങ്കുകൾ, ഉദാഹരണത്തിന് കാനറ ബാങ്ക്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇതല്ലെങ്കിൽ യൂണിയൻ ബാങ്ക്, അതല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ. നാഷണൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ സ്റ്റേക്ക് 50% കൂടുതൽ ഗവൺമെന്റിന് സ്റ്റേക്കുള്ള ഷെയറുള്ള ബാങ്കുകൾ. അപ്പം ദേശസാൽകൃത ബാങ്കുകൾ. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള ഈ 11-12 ബാങ്കുകളിലേക്കുള്ള PO, SO, അതേപോലെ ക്ലറിക്കൽ തസ്തികയിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസിയാണ് IBPS എന്നുള്ളത്. അപ്പൊ ഇവര് എല്ലാ വർഷവും സാധാരണഗതിയിൽ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യാറുണ്ട്. ആയിരക്കണക്കിന് വേക്കൻസികളിലേക്കായിരിക്കും. ഇത്രയും ബാങ്കുകളിലെ വേക്കൻസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാകമാനം ആയിരക്കണക്കിന് വേക്കൻസികളിലേക്കാണ് ഇവർ അനൗൺസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ IBPSന്റെ സൈറ്റിൽ പോയിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ കഴിയും. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഈ ചാനലിൽ തന്നെ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അറിയിക്കാറുണ്ട്. അപ്പൊ ഈ IBPS നടത്തുന്നത് ഈ ഞാൻ സൂചിപ്പിച്ച 12 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് മാത്രമല്ല, അതല്ലാതെയും പല പരീക്ഷകൾ ഇവരെ നടത്താറുണ്ട്. ഉദാഹരണത്തിന് റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബാങ്ക് എക്സാമിനേഷൻ ആണ്. അതായത് ഗ്രാമീണ ബാങ്കുകളിലേക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് 44ഓളം ഗ്രാമീണ ബാങ്കുകളുണ്ട്. നമ്മുടെ കേരളത്തിലെ കേരള ഗ്രാമീണ ബാങ്ക് ഉൾപ്പെടെ 44ഓളം ഗ്രാമീണ ബാങ്കുകളിലേക്ക് ഇവര് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അതൊരു മറ്റൊരു പരീക്ഷയായിട്ടാണ് അനൗൺസ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ ചാനലിൽ നമ്മൾ സാധാരണഗതിയിൽ സൂചിപ്പിക്കാറുണ്ട്. അവിടെയും ആയിരക്കണക്കിന് ഓപ്പണിങ്സ് വരാറുണ്ട്. ഇതുകൂടാതെ RBIക്ക് വേണ്ടിയിട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇവർ എക്സാം നടത്താറുണ്ട്. ഓർക്കുക, RBIയിലെ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക്, വിവിധ തസ്തികകളിലേക്കൊക്കെ റിസർവ് ബാങ്ക് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയും ബാങ്ക് ജോലികളിലേക്ക് എത്താം. അത് മറ്റൊരു മാർഗമാണ്. അതുകൂടാതെ RBIയുടെ കീഴിലുള്ള കാർഷിക ബാങ്ക് നബാർഡ്, അതല്ലെങ്കിൽ സിഡ്ബി, അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനി LIC, ഇതൊന്നും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ഇതിനൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താൻ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ് IBPS എന്നുള്ളത്. അപ്പം IBPSന്റെ ബാങ്ക് എക്സാമിനേഷൻ അത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുണ്ട്, അതല്ലെങ്കിൽ റൂറൽ ബാങ്കുകളിലേക്കുണ്ട്. ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഖ്യ മാർഗം ബാങ്ക് ജോലി ലഭിക്കുവാനായിട്ട്. ബാങ്ക് ജോലി നേടുവാനായിട്ടുള്ള രണ്ടാമത്തെ എക്സാമിനേഷന് SBI എക്സാം എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, നമ്മളുടെ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒരു ബാങ്കിന്റെ മാത്രം എക്സാമിനേഷൻ IBPS അല്ല നടത്തുന്നത്, SBI നേരിട്ടാണ് നടത്തുന്നത്. അതിനെ SBI എക്സാം എന്ന് വിളിക്കാം. SBI എന്ന് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണ്. അവിടേക്കുള്ള ജോലികൾ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പ്രൊബേഷണറി ഓഫീസർ, ക്ലർക്ക്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അതിൻ്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് ഈ SBI എക്സാമിനേഷനിലൂടെയാണ് നടക്കുക. പക്ഷേ ഇതിന്റെ പ്രോസസ് എല്ലാം മറ്റേതുപോലെ തന്നെ സിമിലർ ആയിരിക്കും. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മാത്രം വ്യത്യസ്തമായിരിക്കും. IBPSന്റെ സൈറ്റിൽ കൂടിയാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ SBIക്ക് അപ്ലൈ ചെയ്യേണ്ട SBIയുടെ കരിയർ സൈറ്റിലേക്കാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് ഏതെങ്കിലുമൊക്കെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി ആയിരിക്കണം, ബേസിക് ക്വാളിഫിക്കേഷൻ കാണണം എന്നുള്ളത്. അതേപോലെ സെലക്ഷൻ പ്രോസസ്, അതായത് 2-3 റൗണ്ട്, ആ കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. ഏജ്, ഇതൊക്കെ സിമിലർ ആയിരിക്കും. എന്നാൽ SBIയുടെ റിക്രൂട്ട്മെന്റ് മാത്രം വ്യത്യസ്തമായിട്ടാണ് നടക്കുക എന്നുള്ള കാര്യം കൂടി അറിയുക. ഇവിടെയും ആയിരക്കണക്കിന് വേക്കൻസികളാണ് എല്ലാ വർഷവും ലഭ്യമാവുക. അപ്പോൾ ബാങ്കുകളിൽ ജോലി നേടുവാനുള്ള 2 പ്രമുഖ വഴികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഒന്ന് SBIയുടെ എക്സാമിനേഷൻ എന്നുള്ളതാണ്. 2 ഞാൻ സൂചിപ്പിച്ചത് IBPS എക്സാമിനേഷൻ എന്നുള്ളതാണ്. IBPS എക്സാമിനേഷനിലൂടെ തന്നെ 2 പ്രമുഖമായ അവസരങ്ങളുണ്ട്. ഒന്ന് ഏതാണ്ട് 11-12 നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ആയിരക്കണക്കിന് ഒഴിവുകൾ, അതുകൂടാതെ 44 റൂറൽ റീജിയണൽ ബാങ്കുകൾ, അതായത് ഗ്രാമീണ ബാങ്കുകളിലെ ഒഴിവുകൾ.
അപ്പോൾ ആ 2 വഴികൾ കൂടാതെ മൂന്നാമത് നമ്മുടെ കേരളത്തിലെ ബാങ്ക് ജോലി കിട്ടുവാനായിട്ടുള്ള മറ്റൊരു എക്സാമിനേഷനാണ് CSEB എന്നുള്ളത്. അതായത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, കേരള CSEB എന്നറിയപ്പെടും. അതായത് കേരളത്തിലെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഒക്കെ ജോലി നേടാൻ സഹായകരമായ ഒരു എക്സാമിനേഷനാണിത്. കേരളത്തിലെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെ, സഹകരണ ബാങ്കുകളെ ബാങ്കുകൾ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് RBI ഇടയ്ക്ക് ചോദിക്കുകയൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ അവയെ സഹകരണ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു. ഈ സഹകരണ ബാങ്കുകളിലേക്ക്, സഹകരണ സംഘങ്ങളിലേക്കൊക്കെ ജോലിയിലേക്ക് എത്തുവാനായിട്ട് മെയിനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് PSC പരീക്ഷയാണ്, മറ്റൊന്ന് ഈ CSEB, അതായത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷയാണ്. ഇതില് ഇവിടുത്തെ തസ്തികൾ അറിയപ്പെടുന്നത് മറ്റേതൊക്കെ ക്ലർക്ക്, പ്രൊബേഷണറി ഓഫീസർ എന്നുള്ള പേരിലൊക്കെ ആണെങ്കിൽ ഇവിടെ അറിയപ്പെടുന്നത് ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തുടങ്ങിയ തസ്തികളിലേക്കായിരിക്കും. അപ്പൊ ഇവിടെയും നല്ല ശമ്പളമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടുത്തെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സഹകരണ സംഘത്തിനായിരിക്കും നമ്മൾ അപേക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ സഹകരണ ബാങ്കിലേക്കായിരിക്കും അപേക്ഷ കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ ഈ CSEB എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തൊരു സഹകരണ ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒരല്പം കൂടി ദൂരത്തായിട്ട് എന്നാൽ സ്വന്തം ജില്ലയിൽ തന്നെ മറ്റ് ബാങ്കുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ജോലി കിട്ടുന്നതിനുള്ള ഒരു അവസരമാണ് ഈ സഹകരണ ബാങ്കുകളിൽ ജോലി നേടുന്നതിലൂടെ ലഭിക്കാനായിട്ട് കഴിയുക. ഇവിടെ പ്രായപരിധി അല്പം വ്യത്യസ്തമാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അതേപോലെ സാധാരണഗതിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പരീക്ഷകളൊക്കെ ഓൺലൈൻ ആണെങ്കിൽ ഇത് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. OMR ടെസ്റ്റിലൂടെയാണ് ഇവര് പരീക്ഷ നടത്തുക. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇവർ ഇന്റർവ്യൂ നടത്തുന്ന അതാത് സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങളായിരിക്കും. സെൻട്രലൈസ്ഡ് ആയിട്ട് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സ്വാധീനമുള്ളവർക്കാണ് ജോലി കിട്ടുക എന്നൊക്കെ ചിലർ കമന്റ് ചെയ്യാറായിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ബാങ്ക് എക്സാമിനേഷനെ കുറിച്ചൊക്കെ കമന്റുകൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. ഓർക്ക് ഇവിടുത്തെ എലിജിബിലിറ്റിയും അല്പം വ്യത്യസ്തമാണ്. മുമ്പ് സൂചിപ്പിച്ചു, മറ്റ് ബാങ്കുകളിലേക്കൊക്കെ ജോലി കിട്ടുന്നത് ഒരു ഡിഗ്രി ബേസ് ചെയ്താണെങ്കിൽ ഇവിടെ സാധാരണഗതിയിൽ ഒരു ഡിഗ്രി മാത്രം പോരാ സഹകരണ സംഘങ്ങളിൽ ജോലി കിട്ടാനായിട്ട്. ഒരു ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഡിഗ്രിയോടൊപ്പം HDC അല്ലെങ്കിൽ JDCയും കൂടി പാസ്സായിരിക്കണം. HDC എന്ന് പറഞ്ഞാൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, ഇങ്ങനത്തെയുള്ള ചില ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ BCom കോർപ്പറേഷനിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്തവർ, BCom അല്ലെങ്കിൽ MCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഉണ്ട്, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അത് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. സാധാരണ ഡിഗ്രിക്കാരെ HDCയോ JDCയോ ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ഇതേപോലെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ 3 ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു: IBPS ടെസ്റ്റ്, SBI, 3 CSEB എക്സാമിനേഷൻ. ഇനി 2 മറ്റ് മാർഗങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇനിയുള്ള ഒരു അവസരം പ്രൈവറ്റ് ബാങ്കുകളിലാണ്. നാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൊഡാക്ക് അല്ലെങ്കിൽ യെസ് ബാങ്ക്, ICICI, ആക്സിസ് ബാങ്ക്, HDFC, ഇങ്ങനെ ഒട്ടനവധി പ്രൈവറ്റ് ബാങ്കുകളിലും അവസരങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ റിക്രൂട്ട്മെന്റ് സാധാരണഗതിയിൽ ഈ ബാങ്കുകൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും നടത്തുക. ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ ബാങ്കുകൾ അവരുടെ ഓരോ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കും. അത് ഓരോ സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓരോ ജില്ലാ തലത്തിലും ഒക്കെ ഇവർ റിക്രൂട്ട്മെന്റ് നടത്താറായിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ ജൂനിയർ ഓഫീസേഴ്സ് എന്ന തസ്തികയൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജേഴ്സ്, അങ്ങനെയൊക്കെ തസ്തികകളായിരിക്കും. ക്ലറിക്കൽ തസ്തികളുടെ അല്ലെങ്കിൽ ക്ലർക്ക് എന്നുള്ള പേരുകളിലായിരിക്കില്ല കാണാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ പല വീഡിയോകളിൽ സൂചിപ്പിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ തംബ്നെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഒന്ന്, ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോഴും ഈ ചാനലിൽ ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാകും. ഓർക്കുക, ഇവയൊക്കെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുക. അവരും സാധാരണഗതിയിൽ ഒരു ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. മുൻപ് ഞാൻ ഈ സൂചിപ്പിച്ച ഈ നാഷണലൈസ്ഡ് ബാങ്കിലും SBIയിലേക്കും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫീസ് ഒക്കെ നൽകണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ബാങ്കുകളുടെ റിക്രൂട്ട്മെന്റിന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഫീസ് ഒന്നും നൽകേണ്ടതായിട്ടില്ല എന്നുള്ള കാര്യം അറിയുക. ഓർക്കുക, പ്രൈവറ്റ് ബാങ്കുകൾ മുമ്പ് സൂചിപ്പിച്ച ബാങ്കുകളെക്കാൾ വർക്ക് പ്രഷറൊക്കെ അല്പം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ മികച്ച ശമ്പളം പ്രൈവറ്റ് ബാങ്കുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഫെഡറൽ ബാങ്കിൽ തന്നെ 13,32,000 രൂപ ആനുവൽ പേ പാക്കേജിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന കാര്യം ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിന്റെ തംബ്നെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും.
ബാങ്ക് ജോലിയിലേക്ക്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകളിൽ ജോലി നേടുവാനായിട്ടുള്ള താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ക്യാമ്പസ് സെലക്ഷനിലൂടെ ബാങ്ക് ജോലി നേടുക എന്നുള്ളത്. മികച്ച ക്യാമ്പസുകളിൽ ഈ ബാങ്കുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇസാഫ്, ICICI ഇങ്ങനെയുള്ള ബാങ്കുകൾ ക്യാമ്പസിൽ നിന്നൊക്കെ നല്ല നമ്പേഴ്സ് റിക്രൂട്ട് ചെയ്യാറുണ്ട്. ബാങ്ക് ടെസ്റ്റിന്റെ അത്ര കോമ്പറ്റീറ്റീവ് അല്ല ഈ ക്യാമ്പസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക എന്നുള്ളത്. അപ്പം നല്ല ക്യാമ്പസിൽ പഠിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം ലഭ്യമാവും. ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് സ്ഥിരമായി റിക്രൂട്ട് ചെയ്യാറുള്ള ബാങ്കുകളാണ് ഫെഡറൽ ബാങ്ക്. PG കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് 13 lakh per annum എന്ന മികച്ച പേ പാക്കേജിലാണ്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്ഥിരമായി എല്ലാ വർഷവും നല്ല നമ്പേഴ്സ് റിക്രൂട്ട് ചെയ്യാറുള്ള ഒരു ബാങ്കാണ്. ഇവർ സാധാരണഗതിയിൽ ആദ്യം ഒരു ടെസ്റ്റ് നടത്തും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കില്ല. ആ ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ ഒരു GD ചിലപ്പോൾ കാണും, അതല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂയിലൂടെയൊക്കെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഫെഡറൽ ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഒരു റോബോട്ടിക് പ്രോസസ്സിലൂടെയാണ് അവരെ സെലക്ഷനിലേക്ക് എത്തുക, ഫൈനൽ സെലക്ഷനിലേക്കല്ല ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുക. ഈ റോബോട്ടിക് പ്രോസസ് എന്താണ് എന്ന്, പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിന്റെ റോബോട്ടിക് പ്രോസസ്സിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, അല്ലെ I ബട്ടണിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നല്ല ക്യാമ്പസിലുള്ള എല്ലാ ഡിഗ്രിക്കാർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ ഈ ക്യാമ്പസ് സെലക്ഷനിലൂടെ ബാങ്കിലെ ജോലികളിലേക്ക്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കിലെ ജോലിയിലേക്ക് എത്തുവാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുക. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബാങ്ക് ജോലി നേടുവാനായിട്ടുള്ള ഒരു കുറുക്കു വഴി, ഒരു എളുപ്പ വഴിയെ കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഇത് ബാക്ക്ഡോർ എൻട്രി ഒന്നുമല്ല, ഇത് നേരായ വിധത്തിലുള്ള ഒരു അവസരം തന്നെയാണ്. പല ബാങ്കുകളും ചില കോഴ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് ബാങ്കിലെ ജോലികളിലേക്ക് എത്താനായിട്ട് കഴിയും. ഓർക്കുക, ഈ കോഴ്സുകൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ബാങ്കുകൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഓഫർ ലെറ്റർ ലഭ്യമാവും. അതായത് ഈ കോഴ്സ് നിങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളെ ഈ ബാങ്കിൽ ജോലിക്ക് എടുത്തോളാം എന്നുള്ള ഓഫർ ലെറ്റർ ആയിരിക്കും ലഭ്യമാവുക. അപ്പോൾ ഉദാഹരണത്തിന് ആക്സിസ് ബാങ്ക്, അല്ലെങ്കിൽ ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, IDBI ബാങ്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ പല സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. മണിപ്പാൽ ഗ്ലോബൽ അക്കാഡമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്സിസ് ബാങ്കും IDBI ബാങ്കും ഒക്കെ ഓഫർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് മുൻപ് വളരെ വിശദമായിട്ട് ചില വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നൽകിയിരുന്നു. അതിന്റെ തംബ്നെയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഫ്രഷേഴ്സിന് പോലും അസിസ്റ്റന്റ് മാനേജറായിട്ട് ഒരു 3 മാസത്തെ 4 മാസത്തെ കോഴ്സ് എടുത്തുകൊണ്ട് ഒരു 8 ലക്ഷം 9.5 ലക്ഷം രൂപയൊക്കെ ശമ്പളത്തിലേക്ക് എത്തുവാനായിട്ടൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പ്രൊവൈഡഡ് ഈ കോഴ്സ് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഓർക്കുക, ഈ കോഴ്സിന് നല്ലൊരു ഫീസ് ഉണ്ട്. 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ഫീസ് ഉണ്ട്. പക്ഷേ ഈ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഫീസ് അതാത് ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ ആയിട്ട് തരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. അപ്പം നിങ്ങൾ കയ്യിൽ നിന്ന് ഫീസ് അടക്കേണ്ട കാര്യമില്ല. അവിടെ നിന്നിട്ട് ലോൺ എടുത്തുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. എന്നിട്ട് കോഴ്സ് പൂർത്തീകരിച്ച് ബാങ്കിൽ ജോലി കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഈ ലോണ് EMI ആയിട്ട് അടയ്ക്കുകയും ചെയ്യാം. അപ്പം ഇൻ ഇഫക്റ്റ് കയ്യിൽ നിന്ന് 5 പൈസ ചെലവാകാതെ കോഴ്സ് പഠിച്ച് ബാങ്ക് ജോലി ഉറപ്പാക്കാം. കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ബാങ്ക് ഓഫർ ലെറ്റർ ലഭ്യമാക്കുകയും ചെയ്യും. പക്ഷെ ഓർക്കുക, അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും കോഴ്സിന് ഇവരെ അഡ്മിറ്റ് ചെയ്യത്തില്ല. ഇവർ ആദ്യം ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി നിങ്ങൾ ഈ കോഴ്സിന് അനുയോജ്യരാണ്, ബാങ്ക് ജോലിക്ക് അനുയോജ്യരാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ കോഴ്സിൽ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ കോഴ്സ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഫീസ് ചെലവില്ലാതെ ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ബാങ്ക് ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയും. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മുൻപ് വിശദമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചില സുഹൃത്തുക്കൾ വന്ന് ഇത് ഉഡായിപ്പാണ്, തട്ടിപ്പാണ് എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു. ഓർക്കുക, ബാങ്കുകളുടെ ഒക്കെ കരിയർ സെഷനിൽ തന്നെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണിത്. അതല്ലെങ്കിൽ പല ബാങ്കുകളുടെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, ഈയിടെ IDBIയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നപ്പം അവിടെയും ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ അവർ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ I ബട്ടണിൽ ഞാൻ ഇതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയിട്ട് ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്ക് എത്തുവാൻ സഹായകരമായ 5ഉം 1ഉം 6 വഴികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത്
ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് എത്താം. ഓർക്കും IBPS പരീക്ഷയൊക്കെ ഒരു വർഷം എഴുതുന്ന 1 കോടി ആളുകളായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അത്രയും ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നോട്ടിഫിക്കേഷനുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി എലിജിബിലിറ്റിയും പ്രോസസ്സും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി, പ്രത്യേകിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങുവാനായിട്ട്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.